ലക്ഷ്മിക്കുട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പശുവിൻ പാല് കൊണ്ടുള്ള ഒരു ബ്യൂട്ടി സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് പശുവിൻ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളപ്പിക്കാത്ത പച്ച പാലാണ് കേട്ടോ വേണ്ടേ. അടുത്തതായിട്ട് റോസ് വാട്ടർ, പിന്നെ ലെമൺ ഗ്രാസിൻ്റെ എസൻഷ്യൽ ഓയില്, കുറച്ച് തേന്, പിന്നെ കളറ്, വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്, പിന്നെ ഗ്ലിസറിൻ ചേർന്ന സോപ്പ് ബേസ്. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് കേട്ടോ ഞാൻ സോപ്പ് ഉണ്ടാക്കണത്. ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് സോപ്പ് ബേസ് ഇട്ട് കൊടുത്ത് അത് മെൽറ്റാകുമ്പോൾ അതിലേക്ക് റോസ് വാട്ടർ ഒരു 1/2 ടേബിൾ സ്പൂൺ, പശുവിൻ പാല് ഒരു 1/2 ടേബിൾ സ്പൂൺ, ലേശം കളർ എന്നിവ ചേർത്ത് ലക്ഷ്മിക്കുട്ടിയുടെ രൂപത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കളർ ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ ചേർത്ത്. അതൊന്ന് സെറ്റാകട്ടെ. അപ്പോഴേക്കും 50 ഗ്രാം സോപ്പ് ബേസ് ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്ന് മെൽറ്റാക്കി എടുക്കട്ടെ. അപ്പോഴേക്കും സോപ്പിൻ്റെ കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് എടുത്തു വെച്ച പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് തേനൊരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ റോസ് വാട്ടറും ഒരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ലെമൺ ഗ്രാസിൻ്റെ എസൻഷ്യൽ ഓയില്, അതും ഒരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള്, അത് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സോപ്പ് ബേസ് മെൽറ്റായിട്ടോ അതിലേക്ക് നമ്മുടെ കൂട്ടൊഴിച്ച് കൊടുക്കാം. 50 ഗ്രാമിൻ്റെ സോപ്പ് ബേസിൽ അത്ര തന്നെ പാലും മറ്റുള്ള കൂട്ടുകളുമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്ത്. നമുക്ക് സെറ്റാകുമെന്ന് നോക്കാമല്ലോ. ഒന്ന് ഇളക്കിയ ശേഷം അപ്പോൾ തന്നെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിലേ ആ പാലിലുള്ള വിറ്റാമിനുകളെല്ലാം നഷ്ടപ്പെടും. ഞാനൊന്ന് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ലക്ഷ്മിക്കുട്ടി സെറ്റായിട്ടോ. പാതയൊന്നും കാണുന്നില്ല കേട്ടോ. ഇനി ഇതൊന്ന് സെറ്റാകട്ടെ. ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് സെറ്റാവും. വീട്ടിൽ പൂച്ചക്കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. കണ്ടോ, 3 എണ്ണം. ഒരു 2-3 ദിവസമായി ഉണ്ടായിട്ട്. 2 പെണ്ണും 1 ആണും. ആ വെളുത്ത പൂച്ചക്കുഞ്ഞാണ് കേട്ടോ ആണ്, മറ്റ് 2 എണ്ണം പെണ്ണാണ്. സോപ്പ് സെറ്റായിട്ടോ, നമുക്ക് നോക്കാം. നോക്കിക്കേ, അടിപൊളി. നല്ല റോസ് കളർ ലക്ഷ്മിക്കുട്ടിയല്ലേ. നല്ല സെറ്റായി കിട്ടിയിട്ടോ. ഈ സോപ്പൊന്ന് കവർ ചെയ്തെടുക്കട്ടെ, അല്ലെങ്കിലേ നല്ല കട്ടിയായി പോവും. എല്ലാവരും ഇങ്ങനെ ഒരു സോപ്പ് ഉണ്ടാക്കി നോക്കണേ. എല്ലാവരുടെ വീട്ടിലും പശുവും പാലൊക്കെ ഉണ്ടല്ലോ. പാല് നല്ലൊരു ക്ലെൻസർ അല്ലേ. നമ്മുടെ സ്കിന്ന് സോഫ്റ്റും നല്ല തിളക്കമുള്ളതായി മാറാൻ ഈ സോപ്പ് മാത്രം മതി കേട്ടോ. നമ്മുടെ മുഖത്തെ ചുളിവുകളും കറുത്ത പാടുകളും എല്ലാം മാറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഈ സോപ്പ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നമുക്കും ബന്ധുക്കളുടെ വീട്ടിലേക്കുമുള്ള സോപ്പ് നമ്മൾ ഉണ്ടാക്കുക. ഇതൊരു വരുമാന മാർഗമാണ് കേട്ടോ. എല്ലാവർക്കും കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല സോപ്പ് തേച്ച് കുളിക്കാമല്ലോ. നോക്കിക്ക്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എന്തിനാ വെറുതെ കടയിൽ നിന്നൊക്കെ വാങ്ങി കാശ് കളയണേ അല്ലേ. ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള സോപ്പാണ് കേട്ടോ ഇത്. ഞാൻ കൈ കഴുകി കാണിക്കാം. പതയുന്നുണ്ടോയെന്ന് നോക്കാം. ഈ സോപ്പ് 15 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കാൻ ശ്രദ്ധിക്കണേ. നമ്മൾ പാലല്ലേ ഒഴിച്ചേ, അതുകൊണ്ടാണ്.
നോക്കിക്കേ, നല്ല പത. ഞാൻ 9:46 കേട്ടോ വീഡിയോ ഇടണേ. എല്ലാവരും ഫുള്ളായി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൈ നല്ല ക്ലീൻ ആയിട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണാം. ശരി.